അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മയെന്ന ഞങ്ങളുടെ വിളക്ക് മരം കണ്ണടച്ചിട്ട് ഇന്നേക്ക് 9 ആണ്ടുകൾ തികയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ വേദനിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനാ നിരതമായി അവിടുന്ന് അന്തിയുറങ്ങുന്ന ഖബർസ്ഥാനിലേക്ക് സിയാറത്ത് ചെയ്യാൻ, കൽബ് തുറന്നൊന്ന് ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവിടുത്തോട് മനസ്സ് തുറന്ന് സലാം പറയാൻ വേണ്ടി എൻ്റെ മക്കളും ഉമ്മയുടെ പ്രിയപ്പെട്ട പേരമക്കളും അടങ്ങിയവർ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉമ്മയോട് ദുആ ചെയ്ത് കണ്ണീരോടെ ഉമ്മയെ കാണാതെ സ്നേഹിച്ച് ഉമ്മയോട് സലാം പറഞ്ഞ് പിരിയുന്ന പ്രിയപ്പെട്ട പേരക്കിടാവിൻ്റെ കണ്ണ് നിറയുന്ന കാഴ്ച വളരെ ദയനീയമാണ്. എന്നിരുന്നാലും ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരുടെ പാരത്രിക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഖൈറാത്തുകൾ ചെയ്ത് ഹദിയ ചെയ്യാനുമൊക്കെ എൻ്റെ മക്കളൊക്കെ ശീലിച്ചു എന്നത് ജീവിതത്തിലെ സൗഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഉമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ എൻ്റെ വീട്ടിൽ വെച്ച് അവിടുത്തെ 9ാമത്തെ ആണ്ടിന് മൗലിദ് സദസ്സ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും. മഹാനരായ സയ്യിദ് മുഹമ്മദ് യാസിൻ ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആയും അൽഹാജ് TK യൂസുഫ് ഫൈസി ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള മൗലിദ് സദസ്സും പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും ഉമ്മയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബങ്ങളും ഒക്കെ അടങ്ങുന്ന പ്രൗഢമായ സദസ്സിൽ നടത്തി. അൽഹംദുലില്ലാ, ഇനിയും വരുന്ന ആണ്ടുകളിലും വിപുലമായി തന്നെ ഉമ്മയുടെ ഈ ആണ്ട് ദിനം ആചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ സൗഭാഗ്യ കാലഘട്ടം, നമ്മുടെ വസന്തകാലമാണ്. അവരില്ലാതെ എന്ത് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചാലും നമുക്കത് പൂർണ്ണതയോടുകൂടി ആസ്വദിക്കാൻ കഴിയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല, കണ്ണടയുമ്പോഴാണ് കാഴ്ചയുടെ വിലയറിയുന്നത്. ഇരുട്ടിൻ്റെ ദുരന്തം നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത വീട് അത് ഉണങ്ങിയ കെട്ടിടം പോലെയാണ്. അവരുള്ളപ്പോഴുള്ള സന്തോഷവും സമാധാനവുമൊന്നും അവരില്ലാതാകുമ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് ഉള്ളറിഞ്ഞ് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഇല്ലാതാകുമ്പോൾ അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള ഖൈറാത്തുകൾ സംഘടിപ്പിച്ച് അവരെ ഖബർ വിശാലമാകാൻ, ആഖിറം വിജയിക്കാൻ വേണ്ടി ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.